ചാപ്റ്റർ സ്കെലറ്റൽ സിസ്റ്റത്തിനകത്തെ ബോൺസ് ഓഫ് സ്കൾ ആൻഡ് തൊറാസിക് ഏജ്, ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് പല തവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ബോൺസ് ഓഫ് ദ സ്കെലട്ടൺ ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ ഷേപ്പ് ആൻഡ് ഫോർമേഷൻ. നമ്മുടെ സ്കെലട്ടണിലുള്ള ബോൺസ് നോർമലി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യത്തിന്റെ ബേസിലാണ്. ഒന്ന് ആ ബോൺസിന്റെ ഷേപ്പിൻ്റെത്, രണ്ടാമത്തത് അതെങ്ങനെ ഫോം ചെയ്തു, അതിന്റെ ഫോർമേഷൻ എങ്ങനെയാണ്. ഈ ഒരു രണ്ട് കാര്യത്തിന്റെ ബേസിലാണ് നമ്മൾ നമ്മുടെ സ്കെലട്ടണിലുള്ള ബോൺസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് പ്രകാരം നമ്മുടെ ബോൺസ് മൊത്തത്തിൽ നമ്മൾ 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ബോൺസ് ആണ്. ലോങ് ബോൺസ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ യൂഷ്വലി നമ്മുടെ ലിംസിലാണ്, കൈകളിലും കാലുകളിലും ഉള്ള ബോൺസ് ആണ് ഈ ലോങ് ബോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഈച്ച് ലോങ് ബോൺ കൺസിസ്റ്റ് ഓഫ് എ ഷാഫ്റ്റ് ആൻഡ് 2 എക്സ്ട്രീമിറ്റീസ്. ഓരോ ലോങ് ബോണിനും ഒരു ഷാഫ്റ്റും കാണും, 2 എക്സ്ട്രീമിറ്റീസും കാണും. അതായത് മിഡിൽ പോർഷനിലാണ് നമ്മുടെ ഷാഫ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. അതിന്റെ ആ ഒരു ബോണിന്റെ 2 അറ്റത്തായിട്ട് 2 എക്സ്ട്രീമിറ്റീസും കാണും. അപ്പം ഷാഫ്റ്റ്, 2 എക്സ്ട്രീമിറ്റീസ്. ഇപ്പൊ ഷാഫ്റ്റിനെ നമ്മൾ ഡയാഫൈസിസ് എന്ന് പറയും, 2 എക്സ്ട്രീമിറ്റീസിനെ നമ്മൾ എപ്പിഫൈസിസ് എന്നും പറയും. ഇറ്റ് മേക്സ് മൂവ്മെന്റ് പോസിബിൾ. ഈ ഒരു സ്ട്രക്ചർ കാരണമാണ് നമുക്ക് ഈ ഒരു ബോൺസ് വഴിയിട്ടുള്ള മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. അതായത് നമുക്ക് കൈകളും കാലുകളും ഒക്കെ ചലിപ്പിക്കാൻ പറ്റുന്നത് ഈ ഒരു ലോങ് ബോൺസിന്റെ സ്ട്രക്ചർ കാരണമാണ്. അപ്പം ഇവിടെ ലോങ് ബോൺസിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഫീമറും ഹ്യൂമറസും ആണ്. ഇത് മാത്രമല്ല നമ്മുടെ അൾന, റേഡിയസ്, ടിബിയ, ഫിബുല, മെറ്റാകാർപ്പൽ ബോൺസ്, മെറ്റാടാർസൽ ബോൺസ്, ഈ ബോൺസ് എല്ലാം തന്നെ ലോങ് ബോൺസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമ്മുടെ ലിംസിലാണ് നോർമലി ലോങ് ബോൺസ് കാണപ്പെടുന്നത്. ഓരോ ലോങ് ബോണിനും 2 എക്സ്ട്രീമിറ്റീസും ഒരു ഷാഫ്റ്റും കാണും. ആ ഒരു സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പാണ് ഷോർട്ട് ബോൺസ് എന്ന് പറയുന്നത്. ഷോർട്ട് ബോൺസ് എന്ന് പറയുമ്പം ഈ ഷോർട്ട് ബോൺസിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരേ സമയം ലൈറ്റും ആയിരിക്കണം, അതേപോലെ തന്നെ സ്ട്രോങ്ങും ആയിരിക്കണം. അതുകൊണ്ട് കൂടുതൽ ഷോർട്ട് ബോൺസും നിർമ്മിച്ചിരിക്കുന്നത് ക്യാൻസലസ് ബോൺ ടിഷ്യൂ കൊണ്ടാണ്. എന്താണ് നമ്മുടെ ഷോർട്ട് ബോൺസിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരേ ടൈം അത് ലൈറ്റും ആയിരിക്കണം, സ്ട്രോങ്ങും ആയിരിക്കണം. അതുകൊണ്ടാണ് ഇത് ക്യാൻസലസ് ബോൺ ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ദേ ഹാവ് എ തിൻ കവറിംഗ് ഓഫ് കോമ്പാക്ട് ടിഷ്യൂ. ഇത് കൂടാതെ തന്നെ ഇവർക്ക് ഒരു കോമ്പാക്ട് ടിഷ്യൂവിന്റെ ഒരു തിൻ കവറിംഗും കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ്? കോമ്പാക്ട് ടിഷ്യൂവിന്റെ ഒരു തിൻ കവറിംഗും കൂടി ഷോർട്ട് ബോൺസിൽ കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർപ്പൽ ബോൺസും ടാർസൽ ബോൺസും, നമ്മുടെ കൈപ്പത്തിയിലെയും അതുപോലെ തന്നെ കാൽപാദത്തിലെയും ഒക്കെ കാണപ്പെടുന്ന ബോൺസ് ആണ് ഷോർട്ട് ബോൺസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ ടൈപ്പാണ് ഫ്ലാറ്റ് ബോൺസ് എന്ന് പറയുന്നത്. ഫ്ലാറ്റ് ബോൺസിന്റെ ഒരു സ്ട്രക്ചർ പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 layers ഓഫ് ഡെൻസ് ബോൺ ടിഷ്യൂ വിത്ത് ആൻ ഇന്റർവീനിങ് ലെയർ ഓഫ് സ്പോഞ്ചി ബോൺ. ഇതില് 2 ലെയർ ആയിട്ട് ഡെൻസ് ബോൺ ടിഷ്യൂ നമുക്ക് കാണാം. ആ 2 ലെയർ ഡെൻസ് ബോൺ ടിഷ്യൂവിന്റെ ഇടയിൽ കൂടി ആ ഒരു ഇന്റർവീനിങ് ലെയർ ആയിട്ട് ഒരു സ്പോഞ്ചി ബോൺ പാസ് ചെയ്യുന്നു. ഇതാണ് ഫ്ലാറ്റ് ബോണിന്റെ ഒരു സ്ട്രക്ചർ. 2 ലെയർ ഡെൻസ് ബോൺ ടിഷ്യൂവിനെ ഇടയിലൂടെ ഒരു ലെയർ ആയിട്ട് ഒരു സ്പോഞ്ചി ബോൺ കൂടെ പാസ് ചെയ്യുന്നു. ഇതാണ് ഫ്ലാറ്റ് ബോണിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലാറ്റ് ബോൺസിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് സ്കള്ളിലുള്ള ബോൺസ്, നമ്മുടെ പെൽവിക് റീജിയനിലുള്ള ഇന്നോമിനേറ്റ് ബോൺസ്, റിബ്സ്, സ്കാപ്പുല, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഫ്ലാറ്റ് ബോൺസിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി ഫ്ലാറ്റ് ബോൺസിന്റെ ഒരു പ്രത്യേകത പറയുവാണെന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള മസിൽസിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഒരു ലാർജ് സർഫസ് ഈ ഫ്ലാറ്റ് ബോൺസ് അഫോർഡ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്കാപ്പുല. സ്കാപ്പുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ബോൺ ആണ് സ്കാപ്പുല എന്ന് പറയുന്നത്. അപ്പം അതിന് ചുറ്റുമുള്ള മസിൽസിന്റെ അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട് ഈ സ്കാപ്പുല ഒരു ലാർജ് സർഫസ് അഫോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞു: ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഇറഗുലർ ബോൺസ്. ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 എണ്ണം, ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇതിൽ 3ലും ഉൾപ്പെടാത്ത തരത്തിലുള്ള ബോൺസ് ആണ് ഇറഗുലർ ബോൺസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിബ്രേ ആൻഡ് സം ബോൺസ് ഓഫ് ദ ഫേസ്. വെർട്ടിബ്രയും അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ കാണപ്പെടുന്ന ചില ബോൺസുമാണ് ഇറഗുലർ ബോൺസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, 5ാമത്തെ ടൈപ്പ് ബോൺ ആണ് സെസമോയിഡ് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മസിൽസിന്റെ ടെൻഡൻസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ബോൺസിനെയാണ് നമ്മൾ സെസമോയിഡ് ബോൺസ് എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും സെസമോയിഡ് ബോൺസ് കൂടുതലും ഒരു ജോയിന്റിനോട് ചേർന്നിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ മസിൽസിന്റെ ടെൻഡൻസിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്ന ബോൺസ് ആണ് സെസമോയിഡ് ബോൺസ്. അത് കൂടുതലും നമ്മുടെ ഒരു ജോയിന്റിനോട് ചേർന്നിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് പെറ്റല്ല എന്ന് പറയുന്നത്. നമ്മുടെ കാൽമുട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗമാണ് പെറ്റല്ല എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 5 ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും നോക്കിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതില് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഓറഞ്ച് ഒരു ഷെയ്ഡിലാണ് നമ്മുടെ ലോങ് ബോൺസ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ഹ്യൂമറസ് കാണാം, റേഡിയസ് കാണാം, അൾന കാണാം, മെറ്റാകാർപ്പൽ ബോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ഫീമർ, പിന്നുള്ളത് ടിബിയ, ഫിബുല, മെറ്റാടാർസൽ ബോൺസ്. ഇതെല്ലാം ലോങ് ബോൺസിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബോൺസ് ആണ്. ഫ്ലാറ്റ് ബോൺസിന്റെ കാര്യത്തിൽ ആ ഒരു റോസ് കളർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ സ്കൾ ബോൺസ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് റീജിയനിലെ താഴെ ആ ഒരു ഇന്നോമിനേറ്റ് ബോൺസിന്റെ ഭാഗം കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിബ്സ്, സ്കാപ്പുല എന്ന് പറയുന്ന ആ ഷോൾഡർ ബോൺ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇത്രയുമാണ് ഫ്ലാറ്റ് ബോൺസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് ബോൺ ആണ്. ഷോർട്ട് ബോൺ ആ ഒരു ഗ്രീൻ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാർപ്പൽ ബോൺസും കാണാം, അതുപോലെ തന്നെ താഴെയാണെങ്കിൽ ടാർസൽ ബോൺസും കാണാം. അതും ഷോർട്ട് ബോൺസിന് എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറഗുലർ ബോൺ ആണ്. അത് ആ വയലറ്റ് കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെർട്ടിബ്രേസും അതുപോലെ തന്നെ ഫേഷ്യൽ ബോണും, അത് രണ്ടും ഇറഗുലർ ബോണിന് എക്സാമ്പിൾ ആണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സെസമോയിഡ് ബോൺ ആണ്. അത് ആ യെല്ലോ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പെറ്റല്ലയാണ് നമ്മുടെ സെസമോയിഡ് ബോണിന് എക്സാമ്പിൾ. അപ്പൊ ആദ്യം നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷന്റെ നോട്ട്സ് എല്ലാം നോക്കിയതിന് ശേഷം ഈ ഒരു പിക്ചർ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് മനസ്സിലാവാം. അനാട്ടമിയുടെ കാര്യത്തിൽ കൂടുതൽ പിക്ചറും കൂടെ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം.